ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ചധികം വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ക്വാർട്ടറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മലയാളി ഫാമിലി ഞങ്ങളെ ഈസ്റ്ററിൻ്റെ അന്ന്, അതായത് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേദിവസം ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മോളും തനുവും കൂടി ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും കൂടി പെട്ടെന്നുണ്ടാക്കിയ ഡാൻസാണ്. രണ്ടാളും നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ സാബും ലാലുവേട്ടനും എല്ലാവരും കൂടി ഇരുന്നിട്ട് അവരുടെ ഡാൻസ് എൻജോയ് ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളുടെ സംസാരവും കുട്ടികളുടെ ഡാൻസും ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് രാജി എന്നാണ് കേട്ടോ. രാജി കുറച്ചധികം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊറോട്ടയും ചില്ലി ചിക്കനും മാത്രം പുറത്തുനിന്ന് വാങ്ങി, ബാക്കിയൊക്കെ രാജി ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ചധികം വിഭവങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി. റൈസും പിന്നെ ബീഫും അങ്ങനെ എന്തൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. രാജിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഹിറ്റ്സ് ആൻഡ് ഹൈവ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇതാണ് സാബും രാജിയും. കുട്ടികൾക്ക് ഞങ്ങൾ വേറെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ഈസ്റ്റർ ഞങ്ങൾ അടിപൊളിയാക്കി. അങ്ങനെ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റൊക്കെ തന്ന് ഞങ്ങളെ അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അല്ല കേട്ടോ, ഒരു 10-12 ആയപ്പോൾ പുറപ്പെടുകയാണ് കേട്ടോ. ആദ്യയുടെ ഫ്രണ്ട്സൊക്കെ ഇതാ അവിടെ ചുറ്റിനും, തനുവിൻ്റെ ആദ്യയുടെ ഫ്രണ്ട്സൊക്കെ ചുറ്റിനും വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് നമ്മൾ പോകുന്നതിൻ്റെ. ആദ്യം തനുവിനും ഒക്കെ സങ്കടമുണ്ട് കേട്ടോ. ഇനി ബാംഗ്ലൂരേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ല, ഇവരെ കാണാൻ പറ്റില്ല, അങ്ങനെ ആകെ ഒരു ഫീലിങ്സാണ്. എന്നാലും എന്താ ചെയ്യുക, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ ക്വാർട്ടറിനോടും ബാംഗ്ലൂരിനോടും എല്ലാം ഞങ്ങൾ ബൈ ബൈ പറയുകയാണ്. അങ്ങനെ ബാംഗ്ലൂരിൻ്റെ വിശേഷങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. കാരണം ലേറ്റായിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് നിർത്തി. അങ്ങനെയൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ അടച്ചിട്ടത് കൊണ്ട് നിറയെ പൊടിയും പിന്നെ കോക്രോച്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ട് ഒക്കെ വാഷ് ചെയ്യുകയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും വാഷ് ചെയ്ത ശേഷം പിന്നെ ഒന്ന് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും ഞാൻ വാഷ് ചെയ്ത് വെയിലത്തേക്ക് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് സ്റ്റൗവും കൗണ്ടർ ടോപ്പും കബോർഡുകളും എല്ലാം ഞാൻ നന്നായിട്ട് പൊടിയെല്ലാം തുടച്ച് എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര പൊടിയാണ്. കുറേ നാളായില്ലേ വീട് അങ്ങനെ അടച്ചിട്ടിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ ഞാൻ തുറന്ന് എല്ലാം പൊടി തൊട്ടി വൃത്തിയാക്കി എടുത്തിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തു. അടുക്കളയൊക്കെ ക്ലീനാക്കി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് അയച്ച സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇനിയൊന്ന് റെഡിയാക്കി വെക്കേണ്ട സ്ഥലത്തെല്ലാം ഒന്ന് ഓർഡറിൽ വെക്കണം. അത് ഒരു ദിവസം കൊണ്ട് തീരുന്ന പണിയല്ല, 1-2 ദിവസം എടുക്കും. ഇതാണിപ്പോൾ അടുക്കളയുടെ അവസ്ഥ. എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുകൊണ്ട് കബോർഡിൻ്റെ ഉള്ളിൽ എല്ലാം വൃത്തിയായിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഈ പാത്രങ്ങളും ഈ സാധനങ്ങളും ഒക്കെ ഓരോരോ സ്ഥലത്ത് അതിൻ്റേതായ സ്ഥലത്ത് വയ്ക്കണം. 2 ദിവസം എടുക്കും കേട്ടോ പണി. ഞാൻ അന്ന് രാത്രിയായി കേട്ടോ അപ്പോഴത്തേക്കും. പിന്നെ ഞാനൊരു 10-11 മണി വരെയൊക്കെ ഓരോന്നോരോന്ന് എടുത്തു വെച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് എണീറ്റിട്ടാണ് ബാക്കിയൊക്കെ ചെയ്തത്. എന്നിട്ടും ഒരു വൈകുന്നേരം ആയിട്ടോ എല്ലാം ഒന്ന് ഒതുങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു റൂമിൽ ഒരുപാട് സാധനങ്ങൾ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഈ റൂം ക്ലീൻ ആയിട്ടില്ല. ബാക്കിയെല്ലാം തന്നെ ഒരുവിധം കഴിഞ്ഞു. ഈ റൂം കൂടെ ഉണ്ട് ഇനി ബാക്കി. പിന്നെ തുണിയൊക്കെ പിന്നെ പറയണ്ട കേട്ടോ, എല്ലാം ബാഗിനകത്തായിരുന്നു. മക്കൾ ഓരോന്നോരോന്ന് അതിനകത്ത് നിന്ന് ആവശ്യമുള്ളതൊക്കെ വലിച്ചെടുത്തിട്ട് ഒക്കെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം അടുക്കി പിറക്കി വെക്കണം. അലമാരയൊക്കെ തുടച്ചിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കണം.
ഒരു 5-6 ബോക്സ് ഉണ്ടായിരുന്നു നിറയെ സാധനങ്ങളായിട്ട്. പിന്നെ അതുകൂടാണ്ട് വേറൊരു സൂട്ട്കേസ് പോലത്തെ വലിയൊരു പെട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാലേട്ടൻ ആ സാധനങ്ങളെല്ലാം പുറത്താക്കിയിട്ട് ബോക്സുകളെല്ലാം കാലിയാക്കി. എന്നിട്ട് അതെല്ലാം നമ്മുടെ റൂമിൻ്റെ മേലെ കുറച്ച് ഉള്ളിലേക്ക് കുറച്ചധികം സ്പേസ് ഉണ്ട്, അതിലേക്കെല്ലാം വെക്കുകയാണ്. ആദ്യം ധനു പിന്നെ ലാലേട്ടൻ്റെ അനിയൻ്റെ മോനും ഉണ്ട് കേട്ടോ, അതിൻ്റെ മേലെ കയറിയിരിക്കുന്നു. അവരെ ഹെൽപ്പിന് വിളിച്ചതാണ് പക്ഷേ അവരതിൻ്റെ ഇടയ്ക്ക് മൂന്നാളും കൂടി കളിക്കുന്ന തിരക്കിലാണ്. പിന്നെ അതിനിടയ്ക്ക് ലാലേട്ടനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിനും ഓരോന്നിനെ താഴേക്ക് ഇറക്കി. അങ്ങനെ 2 ദിവസത്തെ പ്രയത്നത്തിനൊടുവിൽ എൻ്റെ കിച്ചൺ ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. എല്ലാം നീറ്റാക്കി, എല്ലാം വെക്കേണ്ട സ്ഥലത്ത് എല്ലാ പാത്രങ്ങളും സാധനങ്ങളും എല്ലാം വെക്കേണ്ട സ്ഥലത്ത് എല്ലാം വെച്ചു. ഒക്കെ വൃത്തിയായിട്ടാണ് ഉള്ളത്. ഇതൊന്നും ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, എല്ലാം കൂടി ആവില്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു നിന്നങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇവിടുത്തെ നാട്ടിലെ ചൂട് സഹിക്കുന്നതിനപ്പുറമാണ്. ബാംഗ്ലൂരിൽ ഇതിൻ്റെ പകുതി ചൂടേ ഉള്ളൂ. പക്ഷേ കുറേ കാലമായി ഞാനിങ്ങനെ ഒരു ചൂട് അനുഭവിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ടയേർഡായി. അങ്ങനെ കൂളറും ഫാനും എല്ലാം ഓണാക്കിയിട്ടിട്ടാണ് ഈ പണികളൊക്കെ ചെയ്തത്. അത്രയ്ക്ക് കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ചൂട് കാരണമാണ് കൂടുതലും കഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ എന്തായാലും അടുക്കളയെല്ലാം വളരെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത്. കിച്ചൺ വൃത്തിയായപ്പോൾ തന്നെ പകുതി സമാധാനമായി. ബാക്കിയുള്ളതൊക്കെ മെല്ലെ മെല്ലെ അങ്ങ് ചെയ്താൽ മതിയല്ലോ, അതൊക്കെ അങ്ങനെ ആയിക്കോളും. ഏതായാലും കിച്ചൺ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മണി പ്ലാന്റാണ് കേട്ടോ ഇരിക്കുന്നത്. അത് അവിടെ നല്ല ഉഷാറിൽ നിന്നതായിരുന്നു. അത് ഞാൻ പിന്നെ ബോട്ടിൽ നിന്ന് എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നതാണ് നാട്ടിലേക്ക്. പക്ഷേ അത് ഇവിടെ വന്നപ്പോഴത്തേക്കും അത് ഉണങ്ങിപ്പോയി. ഇനി അത് റെഡിയായി വരുമോ എന്നറിയില്ല. ഏതായാലും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അറിയില്ല രക്ഷപ്പെട്ട് കിട്ടുമോയെന്ന്. പിന്നെ ലിവിങ് റൂമും 2 ബെഡ്റൂമും എല്ലാം ഞാൻ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്ന കുറേ സാധനങ്ങളും പിന്നെ ഇവിടെ കുറേ ഡെക്കോർ ഐറ്റമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകുന്ന സമയത്ത് എല്ലാം അലമാരിക്കുള്ളിലാക്കി വെച്ചിട്ടാണ്, ഒക്കെ പൊടി പിടിക്കാണ്ടെല്ലാം വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ എടുത്ത് എല്ലാം വെക്കേണ്ട സ്ഥാനത്ത് എല്ലാം വെച്ചു. പിന്നെ ഈ കാണുന്ന ഗണപതി എൻ്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും അവിടെ വെച്ചു. ഇനിയിപ്പോൾ ബാക്കിയുണ്ട് കേട്ടോ കുറേ ഇനി വൃത്തിയാക്കാൻ. അപ്പുറത്തൊരു റൂമുണ്ട്, ആ റൂം നിറയെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്ത് വെക്കേണ്ടതാണ്, അതൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഈ ഒരു പൂജ ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തുറന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്ത് നാളെ രാവിലെ മുതൽ വിളക്ക് കത്തിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ വിളക്കൊന്നും കത്തിക്കാൻ തുടങ്ങിയില്ല. ഒക്കെ ഓർഡർ ഇല്ലാതെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ പണിക്കൊന്നും നിന്നില്ല കേട്ടോ. എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാം ഓർഡറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ലിവിങ് റൂം ഉള്ളത്. ഇനിയിപ്പോൾ ബെഡ്റൂം ആദ്യം കാണിച്ചു തരാം. ആദ്യത്തെ ബെഡ്റൂമാണ് കേട്ടോ അത്. ഇതും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ആദ്യം തൊട്ട് എൻ്റെ പുറകെ നടക്കുന്നത് കണ്ണാടിയിൽ കാണുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് മമ്മി കാണുന്നുണ്ടെന്ന്. ഈ ഒരു റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ റൂമാണല്ലോ. അത് തന്നെയല്ല, അവനെ ഞാൻ കുറേ മോട്ടിവേറ്റ് ചെയ്ത് തരാണ് കേട്ടോ. കുറേ പറഞ്ഞ് അതിന് ശേഷമാണ് ഹെൽപ്പ് ചെയ്യാൻ വന്നത്. വലിയ കുട്ടിയായി, ഇനി ഒരു റൂമിൽ ഒറ്റയ്ക്ക് കിടക്കണം, പിന്നെ അതുപോലെ തന്നെ അവരവരുടെ റൂം സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞവരെയാണ് ഒക്കെ ചെയ്യാൻ കൂടിയത്. പിന്നെ അവനും പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ മുതൽ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ എൻ്റെ ബെഡൊക്കെ ഞാൻ തന്നെ നീറ്റാക്കി ഇടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കറിയാം എന്താവുമെന്ന് കണ്ടറിയണം. പിന്നെ ഇതിപ്പോൾ ഞങ്ങളുടെ റൂമാണ് കേട്ടോ. ആ ഒരു റൂം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബെഡെല്ലാം നല്ല നീറ്റാക്കിയിട്ടാണ് ഉള്ളത്. പിന്നെ അലമാരയിൽ തുണികളൊക്കെ കുറേ മടക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ അധികം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ. എന്തോ ഒരു കോലത്തിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ വാർഡ്രോബൊക്കെ കുറച്ചധികം തുണികളെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞു. എന്നാലും ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് ഇനിയും മടക്കാനും ഒതുക്കാനും ഒക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റൂമിലെ മാത്രം, ആദ്യത്തെ റൂമിലെ ഈ ഒരു റൂമിലെ ഏകദേശം എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയ ലാലേട്ടൻ്റെതാണ്. കുറച്ച് ഷർട്ടും പാൻറ്റൊക്കെ ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ ബാംഗ്ലൂരാണ്. ലാലേട്ടൻ കല്യാണത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളത് കൊണ്ടുവന്നതാണ്. ബാക്കിയൊക്കെ ബാംഗ്ലൂർ തന്നെയാണുള്ളത്. ലാലേട്ടൻ അവിടെയാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഏകദേശം എല്ലാം ഓർഡറായി.
ഇതാ ഇപ്പോൾ അങ്ങനെ ഈ റൂമും ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്നും ക്ലീൻ ചെയ്തൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തിരക്കാണ്, എല്ലാം കൂടി എങ്ങനെയൊക്കെയോ ആണ് ഇത്രയൊക്കെ ആക്കിയെടുത്തത്. അതുകൊണ്ടാണ് ഒന്നും വീഡിയോ ആയിട്ട് എടുക്കാതിരുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.